എല്ലാവരും വരി വരിയായിട്ട് മൂട്ടകളൊക്കെ എടുത്തിട്ട് എവിടേക്കാണ് പോകണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഞങ്ങളുടെ അടുത്ത് ഇത് കാട് പോലെയൊക്കെ തോന്നുന്നില്ലേ? അത്യാവശ്യം ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് എവിടേക്കാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ തേനെടുക്കാനോ അല്ലെങ്കിൽ വിറക് ശേഖരിക്കാനോ ഒന്നുമല്ല. കിണറിൽ വെള്ളമില്ലാത്തത് കൊണ്ട്, വേനൽക്കാലമായ കിണറിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ഞങ്ങളടുത്തൊരു പുഴയുണ്ട്, തോട്. അത് പുഴയായി ഇപ്പോൾ. ഞങ്ങൾ അവിടേക്ക് മേൽ വൈകുന്നേരം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു ചക്കമരം കണ്ടു. അതിലൊരു ചക്ക നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പണ്ട് കുളപ്പരയായിരുന്നു. 10 പടവുകളൊക്കെ ഉള്ള ഒരു അടിപൊളി കുളമായിരുന്നു. രണ്ട് സെറ്റ് ഇങ്ങനെ കുളിക്കാൻ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഉള്ള പടവുകളൊക്കെ ഉള്ള ഒരു കുളമായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിച്ച് പോയതിന് ശേഷം ആരും ഇവിടെ കുളിക്കാത്തത് കൊണ്ട് അത് മുഴുവൻ തൂർന്ന് പോയി, ചളിയും മണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ പ്രളയത്തിൽ അതൊക്കെ പെരയില്ലേ, ഓടൊക്കെ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. രാത്രി ഇവിടെ ഭയങ്കര പന്നി ശല്യമുണ്ട്. അപ്പോൾ രാത്രി ഇവിടെ ഒരു പന്നി വന്നിട്ട് വീണിട്ട് അവിടെ ഒരു കുഴിയായിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അവിടെയുള്ള അമ്പാഴങ്ങ മരമാണ്. ഇത് അമ്പാഴങ്ങയൊക്കെ ഉണ്ടാവും. ജാതിക്കയുണ്ട്, പേരയ്ക്കയുണ്ട്, ചാമ്പയ്ക്കയുണ്ട്, പിന്നെ കുടംപുളിയുണ്ട് അവിടെ. ഇത് ഞങ്ങളുടെ തറവാട് വീടാണ്. അത് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ കൊടുത്ത ആൾ അത് റിനോവേറ്റ് ചെയ്ത് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലം. ഒരു പാടം കഴിഞ്ഞിട്ട് വേണം തോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അടിപൊളി സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ എന്ത് രസം അറിയോ. അപ്പോൾ സിദ്ധുവിന് ഈ കാട്ടിൽക്കൂടെ നടന്ന് ശീലമില്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ അവനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഹായ് പറയണം. അങ്ങനെ ഞങ്ങൾ തോടെത്തി. തോട്ടിലും വെള്ളം കുറവാണ്. ഇത് കാഞ്ഞിരപ്പുഴ ഡാമിലത്തെ വെള്ളമാണ്. കനാലിൽ കൂടെ വന്നിട്ട് ഞങ്ങളുടെ ഈ തോട്ടിലേക്ക് വരും. ആൾക്കാരൊക്കെ കുപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുപ്പീനെ എടുത്തിട്ട് മെല്ലെ അത് മേലെ കയറ്റി വെച്ചതാണ്. പിന്നെ അവിടെ കുറേ ചാക്കിലൊക്കെ കുപ്പിയൊക്കെ വെച്ചിട്ട് കണ്ടു. എങ്ങനെയൊക്കെ പുഴ നശിപ്പിക്കുന്നു ആൾക്കാർ, എന്ത് ചെയ്യും. പിന്നെ കുറച്ച് ഇതിന് തൊട്ട് മേലെ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചത്. സിദ്ധു അപ്പോഴേക്കും വെള്ളം കണ്ടപ്പോൾ പിന്നെ അവൻ്റെ നിയന്ത്രണങ്ങളെല്ലാം വിട്ടത് കാരണം അവൻ ചെരുപ്പൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് വരാൻ നിൽക്കുകയായിരുന്നു. മെല്ലെ അത് പറഞ്ഞ് ചെരുപ്പൊക്കെ ഇടിയിപ്പിച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ തൊട്ട് മേലെയുള്ള കുറച്ച് സ്ഥലത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള കുറച്ച് സ്ഥലമുണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ